യൂസ്ഡ് വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായുടെ ഇയോൺ ആയിട്ടാണ്. മാഗ്ന പ്ലസ് ആണ് വരുന്നത്. 2016 മോഡൽ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. വെറും 37,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിച്ചുള്ളൂ. വേറെയുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടില്ല, വണ്ടിയുടെ സ്ക്രാച്ചുകളെ ഡെന്റുകളെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2016 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ടാക്സ് വരുന്നത് 2031 3-ാം മാസം വരെ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് 2024 12-ാം മാസം വരെ ഇൻഷുറൻസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതെല്ലാം നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. തന്നെ വണ്ടിയുടെ ഹെഡ് ലാമ്പ് നോക്കിയേക്കാം. ഹെഡ് ലാമ്പൊക്കെ വേറെ സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല. ഇതിന്റെ ഫ്രണ്ട് ചെറിയൊരു തട്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ടിലെ ബമ്പറും കാര്യങ്ങളൊക്കെ മാറിയ വണ്ടിയാണ്. ചെറിയ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ ടയർ ഭാഗമൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വീലാസിൻ്റെ അവിടെ വലിയ സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല. ഡോർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് നോക്കാൻ നേരത്ത് ഇവിടെ കുറച്ച് സ്ക്രാച്ചുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ടയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കാൻ നേരത്ത് ബാക്കിലെ ബമ്പറിന്റെ ഈ സൈഡിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ലാമ്പിലേക്കും വേറെ സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല. പൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയ ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അതാണ് നമ്മൾ റേറ്റ് കാര്യങ്ങളെല്ലാം കുറച്ച് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും വേറെയുള്ള സ്ക്രാച്ചൊന്നും ഇല്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ കിടപ്പുണ്ട്. ഡോർ സൈഡിലൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടൊന്നുമില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇന്ത്യൻ സൈഡിലൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് വണ്ടിയുടെ ഇന്ത്യൻ സൈഡിലൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. AC കാര്യങ്ങളെല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ വണ്ടിയുടെ നമ്മുടെ സ്റ്റിയറിങ്ങിന് അത്യാവശ്യം നല്ല ടൈറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിന് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് വണ്ടിയുടെ കിലോമീറ്റർ നോക്കിയേക്കാം. കിലോമീറ്റർ വരുന്നത് 37,557 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. AC ഒക്കെ ആണല്ലോ നല്ല കൂളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ വണ്ടിയാണ്. മാഗ്ന പ്ലസ് ആണ് വരുന്നത്. അതുകൊണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡും കൂടെ ഒന്ന് നോക്കിയേക്കാം. ബാക്ക് സൈഡ് വരുമ്പോൾ മാനുവലാണ് വരുന്നത്. പിന്നെ ഫ്ലോറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ്. ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ വണ്ടി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. എന്തായാലും താല്പര്യമുള്ളവർ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിന്റെ റേറ്റിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1,65,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളതുണ്ടെങ്കിൽ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളായിരിക്കുന്ന വണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. ഇതുപോലുള്ള പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ വരുന്നുണ്ട്. ബൈ.